ബിഗ് ബോസ് സീസൺ 7-ൽ ഇന്ന് എവിക്റ്റഡായി പോയ ആര്യനെ സ്വീകരിക്കാനായിട്ട് എയർപോർട്ടിലേക്ക് എത്തിയ അമ്മയും ചേട്ടനെയും ക്യാമറ സംഘാംഗങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നെന്ന് വേണം പറയാൻ. അമ്മ ഒരക്ഷരം പോലും മീഡിയയ്ക്ക് മറുപടി കൊടുക്കുന്നില്ല. ആര്യൻ്റെ അമ്മയുടെ വായിൽ നിന്നൊന്നും കിട്ടുന്നില്ലെന്ന് മനസ്സിലായപ്പോഴത്തേന് എല്ലാവരും ഇവിടെ ക്യാമറയായിട്ട് നേരെ പോയത് ആര്യൻ്റെ ചേട്ടൻ്റെ അടുത്തേക്കാണ്. ആരെയും ഒരു കുറ്റം പറയുന്നതായിട്ട് നമുക്ക് അവരുടെ വായിൽ നിന്ന് കേൾക്കാൻ പ്രയാസമാണ്. കാരണം ഇതിനു മുമ്പും ആര്യൻ്റെ അമ്മയും ചേട്ടനും കൂടി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ട് തിരിച്ചു പോയപ്പോഴും ഇതുപോലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒരു മര്യാദയില്ലാത്ത ചോദ്യങ്ങൾ, ഒരു രീതിയിലും നമ്മൾ കേട്ടിരിക്കത്തില്ല, അതുപോലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അവർ തന്നെ ചോദിക്കുന്നത് ഇങ്ങനെ എന്തിനാണ് ചിന്തിക്കുന്നത്? എല്ലാവരും ഗെയിം കളിക്കാൻ വന്നതാണ്. എനിക്ക് അനുമോളെടുത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വിരോധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അനുമോൾ എന്തെങ്കിലും ചെയ്തതായിട്ടും തോന്നില്ല. അവർ ചോദിക്കുകയാണ്, അനുമോളുടെ PR-ഉം അനുമോളുടെ ഒരു ഇതും കൊണ്ടാണോ ആര്യൻ ഔട്ടായി പോയത്? ഇതൊക്കെ ഒരു ചോദ്യമാണോ? ഒരാൾ ഔട്ടായി പോയതിനാൽ അയാളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കും അയാൾ ഔട്ടായി പോകുന്നത്. അല്ലാതെ മറ്റൊരു കണ്ടസ്റ്റൻറ്റ് അല്ലെങ്കിൽ അയാളുടെ PR പുറത്ത് നിന്ന് എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്ന് ചോദിക്കുന്നു. ഈ PR എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് പോലും അറിയുന്നില്ലെന്ന് ആര്യൻ്റെ ചേട്ടൻ പറയുന്നുണ്ട്. ആര്യനൊക്കെ PR എന്ന് പറഞ്ഞാൽ അറിയത്തേ ഇല്ലെന്നും പറയുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് അവൻ്റെ ഇൻസ്റ്റാഗ്രാം മാനേജ് ചെയ്യുകയായിരുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, കാറിൻ്റെ ടാസ്കിലൊക്കെ ആര്യനായിരുന്നല്ലോ മുന്നിൽ നിന്നത്. അപ്പം ആര്യൻ്റെ ചേട്ടൻ പറയുന്നുണ്ട്, അതെ, ടാസ്കുകളെല്ലാം വളരെ നന്നായിട്ട് ചെയ്തു, പ്രേക്ഷകർ അവൻ്റെ ഒപ്പം നിന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അവനിപ്പോൾ വരും, നമുക്ക് അവനോട് സംസാരിക്കാമെന്ന് ആര്യൻ്റെ ചേട്ടൻ പറയുന്നുണ്ട്. പക്ഷേ പോകാൻ ഒരുങ്ങിയിട്ട് വീണ്ടും സമ്മതിക്കാതെ വീണ്ടും ക്യാമറയായിട്ട് ചെന്നിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്യൻ്റെ ചേട്ടൻ പറയുന്നുണ്ട്, അവൻ അവിടെ റിയാലിറ്റി ഷോയിൽ പോയിട്ട് അവൻ്റെ റിയാലിറ്റി എന്താണെന്ന് അവൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ബിഗ് ബോസ് മൊത്തത്തിലൊരു PR ഷോ ആയിട്ട് മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു ക്യാമറാമാൻ. അപ്പോഴേ ഈ പുള്ളി പറയുകയാണ്, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, ബിഗ് ബോസ് ഒരു നല്ല ഷോ അല്ലേ. പുറം ലോകമായിട്ടൊരു ബന്ധമില്ലാതെ അത്ര ഇതായിട്ട് ഒരു വീട്ടിൽ നമ്മൾ 100 ദിവസമാണ് നിൽക്കുന്നത്. അപ്പം മെൻ്റലി അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരിക്കും അവിടെ വിന്നറാവുന്നതെന്ന് പറയുന്നുണ്ട്. ആര്യൻ്റെ ചേട്ടൻ പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞായിരുന്നു അനുമോൾ I love you എന്ന്. എനിക്കിപ്പോഴും അങ്ങനെ തന്നെ പറയാനുള്ളൂ. അവർ നന്നായിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ജയിക്കട്ടെ, ഗെയിം അല്ലേ എന്ന് പറയുന്നുണ്ട്. ചിലർ ജയിക്കും, ചിലർ തോക്കും. വുമൺ കാർഡ് അനുമോൾ ഇറക്കിയെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ്റെ ചേട്ടൻ്റെ ആ ഒരു പക്വത കണ്ടോ? പുള്ളി പറയാണ്, അതങ്ങനെ ആരാണ് അങ്ങനെ ഒരു ജെൻഡർ കാർഡ് ഇറക്കാത്തത്? നമ്മൾ ഏത് സ്റ്റേറ്റിൽ പോയാലും ഏത് സ്ഥലത്ത് പോയാലും അങ്ങനെയുള്ള ജെൻഡർ കാർഡുകൾ ഇറക്കാറുണ്ട് ഓരോരുത്തർ. പിന്നെ ഇപ്പോൾ ആരാണ് ജെൻഡർ കാർഡ് ഇറക്കാത്തത്? ജെൻസ് ഇറക്കുന്നില്ലേ? പുരുഷന്മാരും ഇറക്കുന്നുണ്ടല്ലോ, അങ്ങനെ പറയുന്നുണ്ടല്ലോ. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അല്ലേ എന്ന് പറയുന്നുണ്ട്. അവരെന്തൊക്കെ കിളിച്ച് മുളച്ചും ഒക്കെ ചോദിച്ച് നോക്കി, പക്ഷേ ആരെ പറ്റി മോശമായിട്ട് ഒരു കാര്യവും ആര്യൻ്റെ വീട്ടുകാർ പറയുന്നില്ല. അമ്മയോട് ചോദിക്കുന്നുണ്ട്, അൺഫെയർ ആണോ എവിക്ഷൻ എന്ന്. ആര്യൻ്റെ അമ്മ ഒരു ചോദ്യങ്ങൾക്ക് ഒരു റിപ്ലൈയും കൊടുക്കാതാണ് എയർപോർട്ടിനകത്തേക്ക് കയറി പോകുന്നത്. ഏത് ചോദ്യം ചോദിക്കുമ്പോഴും അതിൻ്റെ ഒന്നുകിൽ ആദ്യം അനുമോളുടെ പേര് വെക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവസാനം അനുമോളുടെ പേര് വെക്കും. അങ്ങനെ ആ ഒരു പേര് ചേർത്തിട്ട് മാത്രമാണ് ആര്യൻ ഇങ്ങനെ എവിക്റ്റഡായി പോയത് എന്നാണ് ചോദിക്കുന്നത്. അതെന്തൊരു ചോദ്യമാണ്? ഇങ്ങനെയൊക്കെ ഒരാളെ ഇങ്ങനെ പറയേണ്ടുന്ന ആവശ്യം എന്തുകൊണ്ട്?